ഉറപ്പുവരുത്തൂ VKC മുദ്ര ചെരുപ്പിലും പാക്കിലും VKC പ്രൈഡ് സെലിബ്രേറ്റ് ഹാർഡ് വർക്ക്. CPIM 23-ാം പാർട്ടി കോൺഗ്രസ് നടക്കുന്ന കണ്ണൂരിലേക്ക് നമ്മൾ വീണ്ടും പോവുകയാണ്. കണ്ണൂർ നായനാർ അക്കാദമിയിൽ പ്രത്യേകമൊരുക്കിയ വേദിയിലാണ് പ്രതിനിധി സമ്മേളനം നടക്കുക. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അല്പസമയത്തിനകം പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. CPI ജനറൽ സെക്രട്ടറി D രാജ പ്രതിനിധി സമ്മേളനത്തെ അഭിവാദ്യം ചെയ്യും. മണി സർക്കാരിന്റെ അധ്യക്ഷതയിലുള്ള 7-അംഗ പ്രസിഡിയത്തിൽ കേരളത്തിൽ നിന്ന് PK ബിജുവാണ് അംഗമായിട്ടുള്ളത്. വിശദാംശങ്ങളുമായി തനേഷ് തമ്പിയും ബൽറാം നെടുങ്ങാടിയും സജോ ദേവസ്യയും ചേരുന്നുണ്ട്. കണ്ണൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. തനേഷ് തമ്പിയിലേക്കാണ് ആദ്യം. തനേഷ്, ഇനി പ്രതിനിധി സമ്മേളനമാണ്, ജനറൽ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്യും. അല്പസമയം മുൻപാണ് പാർട്ടി കോൺഗ്രസ് നടക്കുന്ന വേദിയിൽ പതാക ഉയർന്നത്. എസ് രാമേന്ദ്രൻ പിള്ള, മുതിർന്ന പാർട്ടി നേതാവ്, പതാക ഉയർത്തി. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ തനേഷ്? കണ്ണൂരിൽ CPIM പാർട്ടി കോൺഗ്രസിന് പതാക ഉയർന്നിരിക്കുന്നു. പതാക ഉയർത്തിയതിനു ശേഷം ഇപ്പോൾ സമ്മേളന പ്രതിനിധികൾ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുകയാണ്. അതിനുശേഷം പ്രതിനിധി സമ്മേളനം നടക്കും. ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്യും. CPI ജനറൽ സെക്രട്ടറി D രാജ പങ്കെടുക്കുകയും ചെയ്യും. തനേഷ് തമ്പി വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. തനേഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? CPIM 23-ാം പാർട്ടി കോൺഗ്രസിന്റെ പ്രതിനിധി സമ്മേളനത്തിന് അല്പസമയത്തിനകം തുടക്കമാകും. EK നായനാർ അക്കാദമിയിലെ EK നായനാർ നഗറിലാണ് പ്രതിനിധി സമ്മേളനം നടക്കുക. തനേഷ്, കേൾക്കാമോ? പ്രതിനിധികൾ പ്രതിനിധി സമ്മേളനം നടക്കുന്ന ഇടത്തേക്ക് പുഷ്പാർച്ചനയ്ക്ക് ശേഷം നീങ്ങുകയാണ്. പ്രതിനിധി സമ്മേളനത്തിൽ തുടക്കം കുറിച്ചുകൊണ്ടുള്ള പതാക ഉയർത്ത ചടങ്ങാണ് പൂർത്തിയായിരിക്കുന്നത്. CPIMന്റെ പ്രതിനിധികളിലെ ഏറ്റവും മുതിർന്ന വ്യക്തിയും ഒപ്പം തന്നെ CPIM പോളിറ്റ് ബ്യൂറോ അംഗവുമായ എസ് രാമേന്ദ്രൻ പിള്ളയാണ് പതാക ഉയർത്തിയത്. അതിനുശേഷം ജനറൽ സെക്രട്ടറി, പിന്നീട് മറ്റ് CPI അംഗങ്ങൾ എന്ന നിലയിൽ ഈ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുഷ്പാർച്ചനയ്ക്ക് ശേഷം ഓരോരുത്തരായി പാർട്ടി സജ്ജീകരിച്ചിരിക്കുന്ന പ്രതിനിധി സമ്മേളനത്തിനായി സജ്ജീകരിച്ചിരിക്കുന്ന പ്രത്യേക വേദിക്കുള്ളിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വളരെ പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങ് എന്ന് തന്നെ പറയാം. SRC ആണ് ഈ പതാക ഉയർത്തിയത്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ നിർണായകമായ ഒരു പാർട്ടി കോൺഗ്രസ് എന്ന് തന്നെ പറയാം. അദ്ദേഹം നിലവിൽ ഭാഗമാണ്. ഈ പ്രായപരിധി കർശനമാക്കിയ ഈ പാർട്ടി കോൺഗ്രസോട് കൂടി അദ്ദേഹം പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒഴിയും. അതിന്റെ ഒരു സ്നേഹവായ്പ എന്ന നിലയിലായിരിക്കാം ഒരുപക്ഷെ പതാക ഉയർത്തിയതിനു ശേഷം അദ്ദേഹത്തെ സീതാറാം യെച്ചൂരി ആശ്ലേഷിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. ഏതായാലും അത്തരം ഒരുപാട് സംഭവങ്ങൾ. തനേഷ് തമ്പിയാണ് വിവരങ്ങൾ നൽകുന്നത്. ബൽറാം നെടുങ്ങാടി നമുക്കൊപ്പമുണ്ട്. ബൽറാം നെടുങ്ങാടി, 812 പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിന് തുടക്കമാകാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി. ആദ്യ ദിനത്തിലെ അജണ്ട അതെങ്ങനെയാണ് ബൽറാം നെടുങ്ങാടി? ഈ പാർട്ടി കോൺഗ്രസിൽ പാർട്ടി സ്വീകരിക്കാൻ പോകുന്ന നയസമീപനങ്ങൾ സംബന്ധിച്ചുള്ള വ്യക്തമായ സൂചനകൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും ദേശീയ തലത്തിൽ രൂപപ്പെടുന്ന സഖ്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സംബന്ധിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാട് ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം സൂചന നൽകും. ഇതോടൊപ്പം തന്നെ ഈ ഉദ്ഘാടന വേദിയിൽ ഉണ്ടാകുന്നത് മറ്റൊരു പാർട്ടിയിൽ നിന്നുള്ള ഏക അംഗം എന്നുള്ളത് CPI ജനറൽ സെക്രട്ടറി D രാജയാണ്. അദ്ദേഹവും ദേശീയ ഈ ഇടത് കാഴ്ചപ്പാട് സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഈ വേദിയിൽ വിശദീകരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റ് പരിപാടികളിലേക്ക്, അജണ്ടയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആദ്യ ഇനം എന്നുള്ളത് രാഷ്ട്രീയ പ്രമേയം രേഖ, അതായത് കേന്ദ്ര കമ്മിറ്റി തയ്യാറാക്കിയ രാഷ്ട്രീയ പ്രമേയത്തിന്റെ കരട് രേഖ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഈ പ്രതിനിധികൾക്ക് മുന്നിൽ അവതരിപ്പിക്കും എന്നുള്ളതാണ്. തുടർന്ന് അതിൽ ചർച്ചകൾ ആരംഭിക്കും. ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത് കരട് രാഷ്ട്രീയ പ്രമേയം തന്നെയായിരിക്കും. ഈ 812 പ്രതിനിധികൾ അടക്കം 906 പേരാണ്, നിരീക്ഷകരുൾപ്പെടെ 906 പേരാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഇവർക്ക് ഈ ചർച്ചയ്ക്കായി ഈ വിഷയം കരട് രാഷ്ട്രീയ പ്രമേയം വരികയാണ്. എന്തായാലും ഇന്ന് 4 മണിയോടുകൂടിയായിരിക്കും കരട് രാഷ്ട്രീയ പ്രമേയത്തിലുള്ള ചർച്ചകൾ ആരംഭിക്കുക. അതേസമയം ഇപ്പോൾ രക്തസാക്ഷി മണ്ഡപത്തിൽ
പുഷ്പാർച്ചന നടക്കുന്ന ചടങ്ങ് പുരോഗമിക്കുകയാണ്. പ്രതിനിധികൾ ഓരോരുത്തരായി ഇവിടെ എത്തി പുഷ്പാർച്ചന നടത്തുന്നു. നമുക്കൊപ്പം നേതാക്കൾ എല്ലാവരും തന്നെ ആദ്യഘട്ടത്തിൽ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, അതിനുശേഷം പിന്നീട് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ പുഷ്പാർച്ചന ചടങ്ങ് പൂർത്തിയാക്കിക്കൊണ്ട് ഇപ്പോൾ മറ്റ് പ്രതിനിധികൾ, സമ്മേളന പ്രതിനിധികൾ പുഷ്പാർച്ചന നടത്തുകയാണ്. ആ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. എന്തായാലും മറ്റ് ചടങ്ങുകളിലേക്ക് ഉടൻ തന്നെ ഈ ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് ഉള്ളത് കൊണ്ട് തന്നെ പ്രതിനിധികൾ ഏറ്റവും പെട്ടെന്ന് തന്നെ ഈ പുഷ്പാർച്ചന ചടങ്ങ് പൂർത്തിയാക്കി അകത്തേക്ക് കടക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം തന്നെ ഈ പുഷ്പാർച്ചന പൂർത്തിയാക്കി ഹാളിനകത്തേക്ക് കടക്കാനുള്ള നിർദ്ദേശം ഈ സമ്മേളന പ്രതിനിധികൾക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നടപടികൾ വേഗത്തിലാക്കിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കും. എന്തായാലും ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തന്നെയാണ് ഈ പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഇതുകൂടാതെ മറ്റൊരു പാർട്ടിയിൽ നിന്ന് പ്രതിനിധിയായി ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നത് CPIയുടെ ജനറൽ സെക്രട്ടറി D രാജ മാത്രമാണ്. ഈ പാർട്ടി കോൺഗ്രസിൽ പാർട്ടി സ്വീകരിക്കുന്ന നവീകരണം, അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ സ്വീകരിക്കുന്ന നയങ്ങൾ, ഈ രണ്ട് കാര്യങ്ങൾ സംബന്ധിച്ചുള്ള തന്റെ നിലപാടുകൾ സീതാറാം യെച്ചൂരി ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം വിവരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം അത് സംബന്ധിച്ചുള്ള സൂചനകൾ നൽകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ഒരു പാർട്ടി കോൺഗ്രസ് ആണ്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ ഒരു പ്രതിപക്ഷ സഖ്യം സംബന്ധിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടുകൾ, അതിൽ ഇടതുപക്ഷത്തിന്റെ പങ്ക് എന്തായിരിക്കണം, മറ്റ് പ്രാദേശിക പാർട്ടികളുടെ പങ്ക് എന്തായിരിക്കണം ആ ഒരു സഖ്യത്തിൽ എന്നുള്ളത്, കോൺഗ്രസ് അതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയെങ്കിൽ കോൺഗ്രസ് തന്നെ നേതൃത്വം നൽകേണ്ടതുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഈ ഒരു പാർട്ടി കോൺഗ്രസിലാണ് തീരുമാനം ആകേണ്ടത്. ഇതും എല്ലാം ബന്ധപ്പെട്ടുള്ള വിശദമായ ചർച്ചകൾ ഈ പാർട്ടി കോൺഗ്രസിൽ ഉണ്ടാകും. എന്തായാലും ഇപ്പോഴും ഈ ചടങ്ങുകൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിനിധികൾ, മന്ത്രി KN ബാലഗോപാൽ അടക്കമുള്ളവർ ഇപ്പോൾ പുഷ്പാർച്ചന നടത്തുന്നതിനായി ഇവിടെ എത്തിയിട്ടുണ്ട്. സഖാവെ, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ഒരു പാർട്ടി കോൺഗ്രസാണ്. വളരെ ആവേശകരമായ സമ്മേളനമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു ഘട്ടമാണ്. ആ നിർണായകമായ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനും ജനങ്ങളെ കൂട്ടിയോജിപ്പിക്കാനും ഈ സമ്മേളനം എല്ലാ തീരുമാനവും എടുക്കും. ഒരു വിശദാംശത്തിലും കിടക്കുന്നില്ല. കാരണം താഴെ ഇപ്പോൾ ബ്രാഞ്ച് സമ്മേളനത്തിലും ലോക്കൽ സമ്മേളനത്തിലും ഏരിയ സമ്മേളനത്തിലുമെല്ലാം മുൻപൊരു കാലത്തും ഇല്ലാത്ത രൂപത്തിൽ സ്ത്രീകൾക്ക് പരിഗണന നൽകിയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. ഇത്തരത്തിൽ ഒട്ടേറെ നവീകരണങ്ങൾക്ക് ഈ പാർട്ടി കോൺഗ്രസ് വേദിയാകും എന്ന പ്രതീക്ഷ തന്നെയാണ് നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. പാർട്ടി സംഘടനാ തലത്തിൽ തന്നെ ഈ തെറ്റിതിരുത്തലുകൾ ഉൾപ്പെടെയുള്ള നവീകരണങ്ങൾ നടപ്പാക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന ഒരു പാർട്ടി കോൺഗ്രസ് ആണ് ഇത്തവണത്തേത്. അതുകൊണ്ട് തന്നെ സംഘടനാപരമായും ചരിത്രപരമായും ഒട്ടേറെ പ്രത്യേകതകൾ ഈ പാർട്ടി കോൺഗ്രസിനുണ്ട്. കോമ്രേഡ്, എങ്ങനെയാണ് ഈ ഒരു പാർട്ടി കോൺഗ്രസിനെ കാണുന്നത്? ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ശക്തമായ യൂണിറ്റുകളിലൊന്നാണ് കണ്ണൂരിൽ ചേരുന്ന ഈ പാർട്ടി കോൺഗ്രസ് തീർച്ചയായിട്ടും സംഘപരിവാറിൻ്റെ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരായിട്ടുള്ള രാജ്യവ്യാപകമായ ഒരു പ്രതിരോധ മുന്നണിയെ കുറിച്ച് ചർച്ച ചെയ്യും. മുന്നണി എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമല്ല, സമര മുന്നണി, സ്ട്രഗിൾ ഫ്രണ്ട്, അതിനെന്താണ് പോസിബിലിറ്റി എന്നുള്ള ചർച്ചയും. തീർച്ചയായിട്ടും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രത്തിലെ ഏറ്റവും രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സമ്മേളനം എന്നുള്ള നിലയിൽ വളരെ ആവേശത്തോടു കൂടിയാണ് കണ്ണൂർ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. എല്ലാ നിലയിലും പാർട്ടിയുടെ ചരിത്രത്തിലൊരു നാഴികക്കല്ലായിരിക്കും ഈ സമ്മേളനം. ഈ പാർട്ടി കോൺഗ്രസ് എന്തായാലും പാർട്ടിയുടെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായിരിക്കുമെന്ന പ്രതീക്ഷയാണ് നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. ഇത്തരത്തിൽ വനിതകൾക്കും സ്ത്രീകൾക്കും യുവാക്കൾക്കും പ്രാതിനിധ്യം നേതൃത്വത്തിൽ കൂടുതൽ നൽകാൻ കഴിയുന്ന തരത്തിൽ ഒരു പാർട്ടി കോൺഗ്രസ് ആയിരിക്കും ഇത്തവണത്തേത് എന്ന പ്രതീക്ഷ തന്നെയാണ് നേതാക്കൾ, ഈ പ്രതിനിധികളായി എത്തിയ നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു പാർട്ടി കോൺഗ്രസിനെ കാണുന്നത്, ചരിത്രത്തിൽ രേഖപ്പെടുന്ന ഒരു പാർട്ടി കോൺഗ്രസ്? ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ് മതനിരപേക്ഷ ചിഹ്നങ്ങളെ എല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് ഒരു മതാത്മക രാഷ്ട്രമായിട്ട് ഇന്ത്യയെ രൂപപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അതുപോലെ സാമ്പത്തിക നയങ്ങളും സമ്പന്നാനുകൂല സാമ്പത്തിക നയങ്ങളാണ്. ഇതിനൊരു ബദൽ സൃഷ്ടിക്കാൻ കെൽപ്പുള്ള, അതിന് നേതൃത്വം നൽകാൻ കഴിവുള്ള ഏക പാർട്ടിയാണ് CPIM.
എപ്പോഴൊക്കെ ജനാധിപത്യം ചോദ്യം ചെയ്യപ്പെട്ടവോ അപ്പോഴൊക്കെ അതിനെ സംരക്ഷിക്കാൻ മുന്നിൽ നിന്ന പാർട്ടിയാണ്. അതാണ് അതിൻ്റെ പ്രസക്തി. ബൽറാം നെടുങ്ങാടിയാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സജോ ദേവസ്യ കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. പാർട്ടി കോൺഗ്രസ് തന്നെ അർഹമായ പ്രാതിനിധ്യം പാർട്ടിയിൽ നൽകി പോരുന്നുണ്ട്. പാർട്ടി പ്രവർത്തനത്തിലൂടെ നല്ലതുപോലെ തെളിഞ്ഞു വന്ന് കഠിനാധ്വാനം ചെയ്തുകൊണ്ട് തന്നെയാണ് പാർട്ടിയുടെ കമ്മിറ്റികളിലേക്ക് ഉൾക്കൊണ്ട് പോകാൻ കഴിയുക. ആ നിലയിലുള്ള അംഗീകാരം എപ്പോഴും എല്ലാ വിഭാഗങ്ങൾക്കും നൽകിപ്പോരാൻ ശ്രദ്ധിക്കുന്ന ഒരു പാർട്ടിയാണ് CPIM. CPIM പാർട്ടി കോൺഗ്രസിന് പതാക ഉയർന്നിരിക്കുന്നു. അല്പസമയത്തിനകം പ്രതിനിധി സമ്മേളനം ആരംഭിക്കും. ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്യും. വീണ്ടും ബ്രേക്കിംഗ് അവേഴ്സിലേക്ക്. CPIM പാർട്ടി കോൺഗ്രസ് വേദിയിലേക്കാണ് സജോ ദേവസ്യ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്ന് സജോ, പാർട്ടി കോൺഗ്രസിന് പതാക ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി പ്രതിനിധി സമ്മേളനമാണ്. അല്പസമയത്തിനകം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്യും. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ സജോ? CPIM 23ാം പാർട്ടി കോൺഗ്രസിന് പ്രൗഢോജ്വലമായ തുടക്കമായിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഉദ്ഘാടന സെഷനാണ് നടക്കുക. അത് ഒരു പൊതു പരിപാടി എന്ന നിലയ്ക്ക്, അതിൻ്റെ തുടക്കം എന്ന നിലയ്ക്കുള്ള ഒരു പരിപാടിയായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പ്രതിനിധികളെല്ലാം ആകെ 812 പ്രതിനിധികളാണ് 23ാം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്നത്. പ്രതിനിധികൾ എല്ലാവരും സമ്മേളന ഹാളിലേക്ക് ഇതിനകം എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ നടക്കേണ്ട വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നത് സീതാറാം യെച്ചൂരി ഈ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ടും പ്രതിനിധികളെ അഭിസംബോധന ചെയ്തും സംസാരിക്കും. അത് പാർട്ടിയുടെ അടുത്ത 3 വർഷത്തേക്കുള്ള നയത്തിൻ്റെ ഒരു പ്രാഥമിക ഉള്ളടക്കം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ സ്വാഭാവികമായി തന്നെ ഉണ്ടാകും. അത് ഏറെ രാഷ്ട്രീയ പ്രാധാന്യത്തോടു കൂടി ഉറ്റുനോക്കേണ്ട ഒരു പ്രസംഗം എന്ന നിലയ്ക്കാണ് കാണേണ്ടത്. ഒപ്പം സാധാരണഗതിയിൽ പാർട്ടി കോൺഗ്രസിന്റെ ഉദ്ഘാടന സെഷനിലേക്ക് സമ്മേളനത്തെ അഭിവാദ്യം ചെയ്യാൻ ഇതര കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നേതാക്കളെയും ക്ഷണിക്കാറുണ്ട്. ഇക്കുറിയും CPI ജനറൽ സെക്രട്ടറി D രാജയാണ് സമ്മേളനത്തെ അഭിവാദ്യം ചെയ്യുക. അതായത് ഈ ഉദ്ഘാടന സെഷനിൽ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുക. സ്വാഭാവികമായും അദ്ദേഹം കൂടി, അതായത് ഒരു പ്രത്യേക ചരിത്ര സന്ദർഭത്തിലാണ് CPIMന്റെ ഈ പാർട്ടി കോൺഗ്രസ് ചേരുന്നത്. ഇടത് പാർട്ടികളുടെ മുൻകൈയിൽ മതേതര ചേരി ഉണ്ടാകണം എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ വലിയ തോതിൽ നടക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. ഒപ്പം പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടായ ബംഗാളിലും ത്രിപുരയിലും അടക്കം എങ്ങനെ തിരിച്ചു വരാം എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളും ഒക്കെ നടക്കുന്ന ഒരു സുപ്രധാന ഘട്ടമാണ്. അതിന്റെ രാഷ്ട്രീയ ഐക്യം, രാഷ്ട്രീയ ചേരി ഏത് നിലയ്ക്കാവണം എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളാണ് പൊതുവായി തന്നെ ഉയർന്നു വരുന്നത്. നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ കോൺഗ്രസ് ബന്ധം സംബന്ധിച്ചും കോൺഗ്രസ് ബന്ധമില്ലാതെ മത്സരിച്ചപ്പോൾ ഉണ്ടായ വോട്ട് വർധന തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ചയിലുണ്ടായത്. ഏതായാലും അത് സംബന്ധിച്ച് വിശദമായ ചർച്ച തന്നെ ഇതിലുണ്ടാകും. അതിൻ്റെ ഒരു പ്രാഥമികമായ ആ വിഷയത്തിന്മേൽ പാർട്ടിയുടെ ഒരു നിലപാട് ഇതിനകം കരട് രാഷ്ട്രീയ പ്രമേയമുണ്ട്, അത് അവതരിപ്പിക്കാനിരിക്കുന്നു. അത് സംബന്ധിച്ച് ഇതിനകം പാർട്ടി എത്തിച്ചേർന്നിട്ടുള്ള, ഇതിനകം നേരത്തെ തന്നെ സമ്മേളനത്തിന് മുന്നോടിയായി നേരത്തെ തന്നെ CC ഒക്കെ ചേർന്ന് ഇതിന്മേൽ കരട് രാഷ്ട്രീയ പ്രമേയം രൂപീകരണ ഘട്ടത്തിൽ അത് സംബന്ധിച്ചൊരു നിലപാട് രൂപീകരിച്ചതാണ്. അതിൻ്റെ ഏറെക്കുറെ അതേ ഉള്ളടക്കം തന്നെ ആയിരിക്കും സീതാറാം യെച്ചൂരിയുടെ പ്രസംഗത്തിലും ഉണ്ടാവുക. അതായത് ഫലത്തിൽ അതിന്മേൽ സെക്രട്ടറിയുടെ നിലപാട് അല്ലെങ്കിൽ പാർട്ടിയുടെ ഇപ്പോഴത്തെ ഒരു നിലപാട് വിശദീകരിക്കാനായിരിക്കും സീതാറാം യെച്ചൂരി ശ്രമിക്കുക. അതുതന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഇടത് പാർട്ടികളുടെ പൊതുവായ ഐക്യം, രാജ്യമെമ്പാടുമുള്ള പൊതുവായ ഐക്യം സംബന്ധിച്ചും അല്ലെങ്കിൽ ആ മുന്നണി ശക്തിപ്പെടുത്തുമ്പോൾ ഇടത് പാർട്ടികളുടെ പൊതുവായ ഐക്യം എന്നത് ഒരു പ്രധാനപ്പെട്ട അജണ്ടയായി തന്നെ എടുക്കണം എന്ന ഒരു അഭിപ്രായം പൊതുവായി തന്നെ ഇടത് ചേരിയിലുള്ള ആളുകൾ തന്നെ മുന്നോട്ട് വച്ചിരുന്നു. അതുകൊണ്ട് D രാജയുടെ സാന്നിധ്യവും അദ്ദേഹം ഇവിടെ നടത്തുന്ന പ്രസംഗവും അതിനും രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്നതാണ് പ്രധാനമായും കാണേണ്ടത്. ഇതാണ് യഥാർത്ഥത്തിൽ സീതാറാം യെച്ചൂരിയുടെ പ്രസംഗവും D രാജയുടെ പ്രസംഗവും തന്നെയാണ്. ഇതിനിടെ ഈ പതാക ഉയർത്തുന്ന ഘട്ടത്തിൽ ഏറെക്കുറെ സമാനമായ നിലപാട് തന്നെയാണ് S രാമേന്ദ്രൻ പിള്ള വിശദീകരിക്കാൻ ശ്രമിച്ചത്. രാജ്യത്ത് ഒരു മതനിരപേക്ഷ ബദൽ എന്നതിന്മേലുള്ള ചർച്ചയാണ് പ്രധാനമായും പാർട്ടി കോൺഗ്രസിൽ നടക്കുക എന്ന് അദ്ദേഹം പതാക ഉയർത്തിക്കൊണ്ട് BJPയിലെ ഏറ്റവും മുതിർന്ന അംഗമായ S രാമചന്ദ്രൻ പിള്ള പതാക ഉയർത്തിയതിനു ശേഷം നടത്തിയ അഭിസംബോധനയിൽ കൃത്യമായി വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നീട് വരാനുള്ളത് തുടർ ദിവസങ്ങളിൽ നടക്കേണ്ടതാണ്. സംഘടനാ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വരാനിരിക്കുന്നത്. സ്വാഭാവികമായും അതിന്മേലൊക്കെ ഉള്ള വിലയിരുത്തലുകളിലേക്ക് കടക്കും. പക്ഷേ ഇത് ഇപ്പോൾ നടക്കുന്ന ഉദ്ഘാടന സെഷൻ എന്നത് സ്വാഭാവികമായുള്ള ഒരു നടപടിക്രമത്തിന്റെ ഭാഗമായും അതിൽ പ്രാഥമികമായി അംഗങ്ങളെ അഭിസംബോധന ചെയ്യുക,
ഉദ്ഘാടനം ചടങ്ങ് പൂർത്തീകരിക്കുക എന്നത് മാത്രമായിരിക്കും. അതിനുശേഷമാണ് പ്രതിനിധികൾ ചർച്ചകളിലേക്കും മറ്റും കടക്കാനുള്ള അവസരങ്ങൾ ഏതായാലും ഉണ്ടാവുക. ഏതായാലും ഇപ്പോൾ ഇവിടെ ചില കലാ അവതരണങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദ്ഘാടന സെഷൻ തുടങ്ങുന്നതിന് മുന്നോടിയായി ക്രമീകരിച്ചിട്ടുള്ള കലാപരിപാടികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു നൃത്താവിഷ്കാരം ആണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. അതിനുശേഷമാണ് സമ്മേളന ഔദ്യോഗിക നടപടിക്രമങ്ങളിലേക്ക് ഏതായാലും കടക്കുക. എല്ലാ പ്രതിനിധികളും നേരത്തെ സൂചിപ്പിച്ചതുപോലെ 812 പ്രതിനിധികളാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഉദ്ഘാടന സെഷൻ ആരംഭിക്കുകയും ചെയ്യും. ശരി സജോ, കൂടുതൽ വിവരങ്ങൾക്കായി വീണ്ടും എത്താം. തനേഷ് തമ്പിയും നമുക്കൊപ്പം ഉണ്ട്. തനേഷ് തമ്പി, സീതാറാം യെച്ചൂരിയുടെ വാക്കുകൾ തുടങ്ങുമ്പോൾ നമുക്ക് അതിലേക്ക് തത്സമയം പോകാം. അതിനു മുൻപ് അറിയേണ്ട മറ്റൊരു കാര്യം, KV തോമസ് പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള സെമിനാറിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളതാണ്. അത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ സമ്മേളന നഗരിയിൽ നിന്ന് കിട്ടുന്നുണ്ടോ? സുജയ, KV തോമസ് ഈ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള സെമിനാറിൽ പങ്കെടുക്കുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും CPIM ജില്ലാ നേതൃത്വവും ഒപ്പം തന്നെ ഈ സംഘാടക സമിതിയും ഒക്കെ ഉറച്ചു വിശ്വസിക്കുന്നത്. കാരണം KV തോമസ് നാളെ രാവിലെ 11 മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എന്തിന്റെ നാന്ദിയാണ് എന്നുള്ളതാണ് ഒരു ചോദ്യമായിട്ട് ഉയർന്നത്. അത് ഇന്ന് രാവിലെ നമ്മളോട് സംസാരിച്ച EP ജയരാജനും അതുപോലെ തന്നെ MV ജയരാജനും വളരെ ആത്മവിശ്വാസത്തോടുകൂടി തന്നെ പറഞ്ഞത് KV തോമസ് മാത്രമല്ല കൂടുതൽ നേതാക്കൾ ഇങ്ങോട്ട് വരുമെന്നുള്ളതാണ്. സുജയ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പാർട്ടി കോൺഗ്രസിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഡെലിഗേറ്റ്സ് ഇരിക്കുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത്. മന്ത്രി സജി ചെറിയാനുണ്ട്, സ്പീക്കർ MB രാജേഷ്, അതുപോലെ തന്നെ മറ്റ് നേതാക്കൾ, മുൻ മന്ത്രി AC മൊയ്തീൻ അടക്കമുള്ള മുൻ MLA അബ്ദുൽ ഖാദർ അടക്കമുള്ള നേതാക്കളെല്ലാം ഇവിടെ ഉണ്ട്. SFI അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു, തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ തുടങ്ങിയ കേരളത്തിന്റെ എല്ലാ പ്രമുഖ നേതാക്കളാകെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സമ്മേളന വേദിയെക്കുറിച്ച് പറയുമ്പോൾ ഇതൊരു ഇന്ത്യയുടെ ഒരു പരിച്ഛേദമെന്ന് തന്നെ പറയാം. 24 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അതുകൂടാതെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, നിരീക്ഷകർ ഉൾപ്പെടെ ഏതാണ്ട് 900 പേരിലധികം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ മണിക് സർക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാമെന്ന് തോന്നുന്നു. Our invited guest, Comrade D. Raja, General Secretary CPI, is also sitting on the dais. Delegates, observers, invited, honored guests, friends, and well-wishers of our party, Communist Party of India, Marxist. With this, I now read before you the Marxist resolution. The 23rd Congress of the Communist Party of India Marxist gives its red banner in salute to the martyrs who valiantly fought and made the ultimate sacrifice in the cause of the party, people and the democratic movement in the country in the period since the 22nd Congress. The 23rd Congress salutes who was gunned down by goons owing allegiance to the feudal elements in Bihar. Kanipalli Babu, Abu Bakr Siddiq, Abhimanyu, B.U. Sanu, R. Manali, B.B. Sundip and Haridas, who were killed by RSS goons. As Abhimanyu, who was killed by SDPI goons. Syed Vidhiharaj, Haq Muhammad and Dhiraj Rajendran, who were killed by Congress hoodlums, and Abdul Rahman, who was murdered by Muslim League hooligans in Kerala. Tapos Sutradhar, Onima Das, Mukondo Muhuri, Madan Nama, Nakul Shah, Tufan Deparma, Deepen Devnath, Shibu Chaudhary, Islam Mia, Vishwajit Dev, Sushitol Dev,
Mangoldhan Chakma, Ghulam Muhammad Tripura, Kirendra Tripura, Narayan Chandra Das, Monindra Devnath, Pradeep Nama, Venu Vishwas, all comrades who were killed by the BJP hoodlums in Tripura. Rana Bahadur Devbarma and Pradeep Devbarma, who were killed by IPF goons in Tripura. Majul Islam Midda by the police, Somen Kundu by criminals associated with the TMC, Haidul Mandal, Devu Das, Usha Das, Taimur Gyan, Opu Manna, Jokeshwar Ghosh, Vishnu Tudu, Michael Head. പാർട്ടി കോൺഗ്രസ് നടപടിക്രമങ്ങൾക്ക് തുടക്കമാകുന്നു. പ്രസിഡിയം കൺവീനർ മണിക് സർക്കാർ മുൻ ത്രിപുര മുഖ്യമന്ത്രി ഇപ്പോൾ വേദിയിൽ അനുശോചന പ്രമേയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രേക്കിംഗ് അവേഴ്സിലേക്ക് വീണ്ടും സ്വാഗതം. CPIM പാർട്ടി കോൺഗ്രസ് പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമാവുകയാണ്. അതോടൊപ്പം തന്നെ പാർട്ടി കോൺഗ്രസ് സെമിനാറിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് സസ്പെൻസ് നിലനിർത്തുകയാണ് കോൺഗ്രസ് നേതാവ് KV തോമസ്. നാളെ രാവിലെ 11 മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്നാണ് KV തോമസ് 24നോട് പറഞ്ഞത്. തീരുമാനമായോ? നാളെ ഞാൻ പറഞ്ഞത് നാളെ 11 മണിക്ക് കാണാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നാളെ 11 മണിക്ക് വാർത്താ സമ്മേളനം അല്ലേ? അതെ, ഇവിടെ അതേസമയം CPIM പാർട്ടി കോൺഗ്രസ് സെമിനാറിൽ കോൺഗ്രസ് നേതാവ് KV തോമസ് പങ്കെടുക്കാനുള്ള സാധ്യത തള്ളാതെ CPIM നേതാവ് EP ജയരാജൻ. KV തോമസ് മാത്രമല്ല മറ്റ് പല നേതാക്കളും വരുമെന്നും കാത്തിരുന്ന് കാണാമെന്നും EP ജയരാജൻ പറഞ്ഞു. KV തോമസ് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജനും പ്രതികരിച്ചു. ആരും വരൂല എന്നൊന്നും കണക്കാക്കണ്ട, പലരും വരും. കേരളത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങളും വളരെ പ്രതീക്ഷയാണ് പാർട്ടിയിൽ അർപ്പിക്കുന്നത്. അതിനനുസരിച്ച് ഇനി പലരും വരും. ഒഴുക്ക് തന്നെ ഉണ്ടാകും ബഹുജനങ്ങളുടെ. മതനിരപേക്ഷതയും ജനാധിപത്യവും പുലരണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരെയും പങ്കെടുപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് ലോകപ്രശസ്തനായ ശശി തരൂരിനെയും മുൻ കേന്ദ്രമന്ത്രി KV തോമസിനെയും ഞങ്ങൾ ക്ഷണിച്ചത്. അദ്ദേഹം വരുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. 9-ാം തീയതിയാണ് അദ്ദേഹം പങ്കെടുക്കേണ്ട സെമിനാർ. ആ സെമിനാറിൽ കേരള മുഖ്യമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രിയും ഒപ്പം നമ്മുടെ KV തോമസുമാണ് പങ്കെടുക്കുന്നത്. അല്ല, സെമിനാറിലേക്കാണ് ക്ഷണിക്കുന്നത്. അതും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള നിലയിലാണ് ക്ഷണിക്കുന്നത്. KV തോമസിനുള്ള വിലക്കിൽ കോൺഗ്രസ് അണികൾക്ക് തന്നെ എതിർപ്പുണ്ടെന്നായിരുന്നു മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. BJP നയങ്ങൾക്കെതിരെ സംസാരിക്കാനാണ് KV തോമസിനെ വിളിച്ചതെന്നും മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി. BJPക്കെതിരെ രാജ്യത്ത് എങ്ങനെ ശക്തമായ നിലയിൽ വിവിധ ഇടങ്ങളിലെ പ്രക്ഷോഭങ്ങളെ ആകെ ഏകീകരിച്ചു പോകാനാവും? BJP ഇതര സർക്കാരുകളുടെ എണ്ണം 11 ഉണ്ട്. അവ യോജിപ്പിച്ചു പോകാനാവും. രാജ്യത്ത് ഉയർന്നു വന്ന കടുത്ത അസംതൃപ്തിയുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ. ആ അസംതൃപ്തിയെ എങ്ങനെ രാഷ്ട്രീയമായി BJPക്കെതിരെ തിരിക്കാനാകും? ഇതൊക്കെ ചർച്ച ചെയ്യാനാണ് സെമിനാർ. സ്വാഭാവികമായും അത്തരമൊരു സെമിനാറിൽ വിലക്ക് കൽപ്പിക്കുന്നത് തന്നെ കോൺഗ്രസിനകത്തുള്ള ഭൂരിപക്ഷം വരുന്ന മതനിരപേക്ഷ മനസ്സുകളിൽ കടുത്ത അഭിപ്രായ വ്യത്യാസം രൂപപ്പെട്ടിട്ടുണ്ട്. അത് വലിയ വികാരമായി മാറിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് VS രഞ്ജിത്തും പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്ന് തനേഷ് തമ്പിയുമാണ് ചേരുന്നത്. ആദ്യം VS രഞ്ജിത്തിലേക്ക്. രഞ്ജിത്ത്, ഈ KV തോമസുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് നാളെ വാർത്താ സമ്മേളനത്തിൽ പറയാം എന്നുള്ളതാണ്. എന്തായിരിക്കും മനസ്സിലിരിപ്പെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഉന്മേഷ്, കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡിന്റെ തീരുമാനം വരുന്നത് വരെ KV തോമസ് പറഞ്ഞിരുന്നത് ഞാൻ കാര്യങ്ങൾ ഹൈക്കമാൻഡിനെ ബോധിപ്പിച്ചിട്ടുണ്ട്. ദേശീയ തലത്തിൽ കോൺഗ്രസും CPIM സഹകരിക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഒരു ദേശീയ സമ്മേളനത്തിൽ ഒരു സെമിനാറിൽ പങ്കെടുക്കുന്നതിന് തെറ്റില്ല. കേരളത്തിന്റെ സാഹചര്യത്തിലോ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിലോ അല്ല സെമിനാർ നടക്കുന്നത്, അത് ദേശീയ രാഷ്ട്രീയത്തിന്റെ സാഹചര്യത്തിലാണ്. അതുകൊണ്ട് പങ്കെടുക്കുന്നതിന് തെറ്റില്ല. ഇക്കാര്യം ഹൈക്കമാൻഡിന് ബോധ്യപ്പെടും എന്നൊരു പ്രതീക്ഷയാണ് അദ്ദേഹം വെച്ചു പുലർത്തിയത്. പക്ഷെ കഴിഞ്ഞ ദിവസം ഈ തീരുമാനത്തെ അദ്ദേഹത്തിന്റെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി ഹൈക്കമാൻഡ് പോകണ്ട അല്ലെങ്കിൽ പങ്കെടുക്കരുത് എന്ന ഒരു നിരോധനം ഏർപ്പെടുത്തിയതോടുകൂടി അദ്ദേഹത്തിന്റെ തീരുമാനം എന്ത് എന്നറിയാൻ വേണ്ടിയാണ് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം ഇന്നും സസ്പെൻസ് നിലനിർത്തുകയാണ്. അദ്ദേഹം പറഞ്ഞാൽ ഞാൻ നാളെ 11 മണിക്ക് വാർത്താ സമ്മേളനം വിളിക്കാമെന്നാണ്. അങ്ങനെ ഒരു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിന് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ KPCCക്ക് വിധേയനായിക്കൊണ്ട് പങ്കെടുക്കുന്നില്ല എന്ന് പറയാം, അതോടുകൂടി ആ ചാപ്റ്റർ അവസാനിക്കും. അതല്ല എങ്കിൽ അദ്ദേഹത്തിന് ഈ KPCCയുടെ വിലക്കും ഹൈക്കമാൻഡിന്റെ നിർദ്ദേശവും ലംഘിച്ചുകൊണ്ട് പാർട്ടി കോൺഗ്രസിന്റെ സെമിനാറിൽ പങ്കെടുക്കാം. പക്ഷേ അത് കേവലം പാർട്ടി കോൺഗ്രസിന്റെ സെമിനാറിലേക്കുള്ള ഒരു പങ്കാളിത്തമായിരിക്കില്ല.
കെ.വി. തോമസിന് പാർട്ടിക്ക് പുറത്തേക്കുള്ള ഒരു വാതിൽ കൂടിയായിരിക്കും. കാരണം കെ സുധാകരൻ പറഞ്ഞിരിക്കുന്നത് വിലക്ക് ലംഘിച്ച് പങ്കെടുത്താൽ അവർ പാർട്ടിക്ക് പുറത്തായിരിക്കും എന്നുള്ളതാണ്. ഒന്നുകിൽ KPCCക്ക് വിധേയനാവുക, അല്ലെങ്കിൽ പാർട്ടിക്ക് പുറത്തേക്ക് പോവുക. ഇതായിരിക്കും കെ.വി. തോമസിന് മുന്നിലുള്ള ഓപ്ഷൻ. ഓക്കെ രഞ്ജിത്ത്, പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്ന് തനേഷ് തമ്പിയും നമുക്കൊപ്പമുണ്ട്. തനേഷ് തമ്പി, ഇപ്പോൾ രഞ്ജിത്ത് സൂചിപ്പിച്ചത് നാളെ എല്ലാം പറയാം എന്ന് സസ്പെൻസ് ഇട്ട് നിർത്തിയിരിക്കുകയാണ് കെ.വി. തോമസ്. അദ്ദേഹം EP ജയരാജനുമായും MV ജയരാജനുമായും ഒക്കെ വരുന്നത് സംബന്ധിച്ചുള്ള ആശയവിനിമയം ഇതിനകം തന്നെ നടത്തിയിട്ടുണ്ട് എന്നുള്ള സൂചനകൾ വരുന്നുണ്ടോ? എന്താണ് നമുക്ക് പാർട്ടി സമ്മേളന വേദിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? സുജയ, ഏതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയം നടത്തിയതായി നമുക്ക് അറിവില്ല. വലിയ ആത്മവിശ്വാസത്തിലാണ് CPIM നേതൃത്വവും ഇതിന്റെ സംഘാടക സമിതിയും ഒക്കെ. കാരണം രാവിലെ EP ജയരാജനും ഒപ്പം തന്നെ MV ജയരാജനും ഒക്കെ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് ഈ കെ.വി. തോമസ് മാത്രമല്ല, കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ഇങ്ങോട്ട് വരും എന്നുള്ളതാണ്. അത് ഒരു സെമിനാറാണ്, അല്ലാതെ CPIMലേക്കല്ല അവർ വരുന്നത്. അതുകൊണ്ട് ഒരു സെമിനാറിൽ പങ്കെടുക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തുന്നതിന്റെ സാങ്കത്യം എന്താണ് എന്നുള്ളത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും നാളെ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് എന്ന വാർത്ത കൂടി പുറത്തു വരുന്നതോടെ കൂടുതൽ ആത്മവിശ്വാസത്തിലാണ് CPIM നേതൃത്വം, പ്രത്യേകിച്ച് സംഘാടക സമിതിയും ഒക്കെ. ഈ സെമിനാർ 9-ാം തീയതിയാണ് നടക്കുന്നത്. ഈ സെമിനാറിൽ പങ്കെടുക്കുന്നത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പം തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനുമാണ്. അവർക്കൊപ്പമാണ് ഈ സെമിനാറിൽ കെ.വി. തോമസ് പങ്കെടുക്കേണ്ടത്. സ്വാഭാവികമായും ദേശീയ തലത്തിൽ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു സെമിനാർ എന്നുള്ള നിലയ്ക്ക് അതിൽ കോൺഗ്രസിന്റെ സാന്നിധ്യം അനിവാര്യമാണ് എന്നുള്ളതാണ് CPIM കാണുന്നത്. ആ സാഹചര്യത്തിൽ കെ.വി. തോമസ് വരും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. അതേസമയത്ത് മറ്റേതെങ്കിലും തരത്തിലുള്ള ആശയങ്ങളില്ല. നേരത്തെ തന്നെ കെ.വി. തോമസ് തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനം എന്നുള്ള കാര്യം. പോകുന്നില്ല എന്നുള്ളൊരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ട്. ആ സാഹചര്യത്തിൽ എന്തു തന്നെയാണെങ്കിലും 9-ാം തീയതി കെ.വി. തോമസ് ഇവിടുത്തെ സെമിനാറിന് പങ്കെടുക്കും എന്നുള്ള പ്രതീക്ഷയോടെയാണ് CPIM കാത്തിരിക്കുന്നത്. ശരി, തനേഷ് തമ്പിയും VS രഞ്ജിത്തുമാണ് വിവരങ്ങൾ നൽകിയത്. സസ്പെൻസ് ഇട്ട് നിർത്തിയിരിക്കുകയാണ് ഇപ്പോഴും കെ.വി. തോമസ്. പാർട്ടി കോൺഗ്രസ് സെമിനാറിൽ പങ്കെടുക്കാൻ കെ.വി. തോമസിനെ ക്ഷണിച്ചതിൽ മുന്നറിയിപ്പ് നൽകുന്നു ചെറിയാൻ ഫിലിപ്പ്. CPIMന്റെ പ്രണയ തട്ടിപ്പിൽ കെ.വി. തോമസ് ദയവായി കുടുങ്ങരുത് എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. പ്രണയം അഭിനയിച്ച് അടുത്തുകൂടി രക്തം ഊറ്റിക്കുടിച്ച ശേഷം വലിച്ചെറിയുന്ന രക്തരക്ഷസാണ് CPIM എന്നാണ് വിമർശനം. ഇടത് സഹയാത്രികനായ ശേഷമാണ് അവരുടെ സ്നേഹം വ്യാജമാണെന്ന് തനിക്ക് ബോധ്യപ്പെട്ടത്. കോൺഗ്രസിന്റെ ജനാധിപത്യ സംസ്കാരത്തിൽ ജനിച്ചു വളർന്ന കെ.വി. തോമസിന് CPIMന്റെ വിധ്വംസക രാഷ്ട്രീയവുമായി ഒരിക്കലും പൊരുത്തപ്പെടാൻ കഴിയില്ലെന്നും ചെറിയാൻ ഫിലിപ്പ് പറയുന്നു. മറ്റു വാർത്തകളിലേക്ക്. BJP സ്ഥാപന ദിനത്തിൽ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം പുരോഗതിയിലേക്ക് വേഗം കുതിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വിവേചനം അവസാനിപ്പിക്കുമെന്ന് BJP പ്രതിജ്ഞയെടുത്തിട്ടുണ്ടെന്നും നരേന്ദ്രമോദി പറഞ്ഞു. അഭിസംബോധനയ്ക്കിടെ പ്രതിപക്ഷത്തെ പ്രധാനമന്ത്രി കടന്നാക്രമിച്ചു. വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ചിലർ കളിക്കുന്നത്. കോൺഗ്രസിനെ കടന്നാക്രമിച്ച പ്രധാനമന്ത്രി കുടുംബവാഴ്ച ഇന്ത്യയെ തുലച്ചെന്നും ഭരണഘടനയെ ഇത്തരം പാർട്ടികൾ മാനിക്കുന്നില്ലെന്നും വിമർശിച്ചു. MP പ്രദീപ് കുമാർ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രദീപ് കുമാർ, എന്തൊക്കെ വിഷയങ്ങൾ ഊന്നിയായിരുന്നു ഇന്ന് BJP പ്രവർത്തകരെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തത്? സുജയ, ഉന്മേഷ്, BJPയുടെ 42-ാം സ്ഥാപക ദിനത്തിൽ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ സമയത്താണ് പ്രതിപക്ഷത്തെ വലിയ തോതിൽ തന്നെ പ്രധാനമന്ത്രി കടന്നാക്രമിച്ചത്. ഏറ്റവും പ്രധാനമായി ഈ കുടുംബവാഴ്ച നടക്കുന്നു, കുടുംബ രാഷ്ട്രീയം രാജ്യത്തെ തുലച്ചു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബവാഴ്ചക്കെതിരെ എല്ലാ സംസ്ഥാനങ്ങളിലും BJP പോരാടും. അങ്ങനെ പോരാടണം എന്ന് പ്രവർത്തകർക്ക് ആഹ്വാനം കൂടി നൽകിക്കൊണ്ടാണ് ഇന്നിപ്പോൾ ഈ പ്രസംഗം അവസാനിപ്പിച്ചത് തന്നെ. എന്തായാലും BJP മാത്രമാണ് കുടുംബവാഴ്ചയെ എതിർക്കുന്നത്, BJP ഭരണഘടനയെ മാനിക്കുന്നത്. എന്നാൽ മറ്റു പാർട്ടികൾ, ഇത്തരം കുടുംബവാഴ്ചയിൽ തുടരുന്ന ഇത്തരം പാർട്ടികൾ ഭരണഘടനയെ മാനിക്കുന്നില്ല. കുടുംബവാഴ്ച ഇന്ത്യയെ തുലച്ചു, അതുപോലെ രാജ്യ താല്പര്യങ്ങൾ ചിലർ അതിനോട് സന്ധി ചെയ്തു എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമായും പറഞ്ഞത്. മാത്രമല്ല, സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില നേട്ടങ്ങൾ അതെല്ലാം പ്രധാനമന്ത്രി എടുത്തു പറയുകയും ചെയ്തു. സ്ത്രീ ശാക്തീകരണമാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്ന പ്രധാന അജണ്ടകളിൽ ഒന്ന്. അതുപോലെ പ്രതിപക്ഷത്തിനെതിരെ കുറ്റപ്പെടുത്തൽ പറയുമ്പോൾ വോട്ട് ബാങ്കിന്റെ രാഷ്ട്രീയമാണ് ചിലർ കളിക്കുന്നതെന്നും കൂടി പ്രധാനമന്ത്രി പറഞ്ഞു വയ്ക്കുന്നു. BJP രാജ്യത്തിനായി രാവും പകലും പണിയെടുക്കുകയാണ്. സ്ത്രീകൾ ഇപ്പോൾ രാജ്യത്ത് സാമ്പത്തികമായി സ്വതന്ത്രരാകുന്ന ഒരവസ്ഥയിലൂടെയാണ് പോകുന്നത്. വിവേചനം എന്തായാലും അവസാനിപ്പിക്കും. ഒരു തരത്തിലും, അതായത് ജാതി മത വിവേചനങ്ങളെല്ലാം തന്നെ അവസാനിപ്പിക്കുമെന്ന് BJP പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. എന്നാൽ ജനങ്ങൾക്ക് BJP സർക്കാരിൽ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും BJP സർക്കാരുകളെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതെന്നും ദരിദ്രരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ഡബിൾ എഞ്ചിൻ സർക്കാരുകൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നിപ്പോൾ പറഞ്ഞത്. എന്തായാലും രാവിലെ
ഏകദേശം അരമണിക്കൂറോളം പ്രധാനമന്ത്രി അരമണിക്കൂറിലധികം പ്രധാനമന്ത്രി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. കാരണം 42ാം സ്ഥാപക ദിനമാണ്. രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിലായി സ്ഥാപിച്ച ടിവികളിലും ഒപ്പം തന്നെ വലിയ സ്ക്രീനുകളിലും ഇത്തരം ഈ പ്രസംഗം ലൈവായിട്ട് തന്നെ, അതായത് തത്സമയം തന്നെ സംരക്ഷണം ചെയ്തു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, നേതാക്കൾ, അതുപോലെ MP മാർ, MLA മാർ, മന്ത്രിമാർ എന്നിവരെല്ലാം തന്നെ ഈ അഭിസംബോധന കേൾക്കാനായി എത്തിയിരുന്നു. ഉന്മേഷ്. ശരി, MP പ്രദീപ് കുമാറാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ബ്രേക്കിംഗ് അവേഴ്സ് മറ്റൊരു വാർത്തയിലേക്ക്. മണ്ണെണ്ണ വിലവർധന സംസ്ഥാനത്തിന് വലിയ പ്രതിസന്ധിയെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. കേരളത്തിനുള്ള സബ്സിഡി മണ്ണെണ്ണ ഓരോ മാസവും കേന്ദ്ര സർക്കാർ കുറച്ചുകൊണ്ടുവരികയാണ്. ഇത് മത്സ്യത്തൊഴിലാളികളെ പട്ടിണിയിലേക്ക് നയിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേന്ദ്ര ഭക്ഷ്യമന്ത്രിയുമായും പെട്രോളിയം മന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തും. കേരളത്തിന് നൽകുന്ന അരി വിഹിതത്തിൽ കൂടുതൽ ജയ അരി നൽകാൻ കേന്ദ്ര ഭക്ഷ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുമെന്നും GR അനിൽ ഡൽഹിയിൽ വ്യക്തമാക്കി. കേരളത്തിന് അനുവദിക്കുന്ന ഭക്ഷ്യധാന്യത്തിൽ പച്ചരി കഴിഞ്ഞുള്ള അരി, കേരളത്തിലെ ചമ്പാവരി എന്ന് പറഞ്ഞ കുത്തരി 3.5 ലക്ഷം മെട്രിക് ടൺ കഴിഞ്ഞാൽ ബാക്കി വരുന്ന അരി നമുക്ക് ജയ അരി നൽകണം. കൂടാതെ സബ്സിഡിയായി നൽകുന്ന മണ്ണെണ്ണ മുൻഗണനാ കാർഡുകാർക്ക് ഇപ്പോൾ നമുക്ക് 3 മാസത്തിലൊരിക്കൽ 1 ലിറ്ററാണ് കൊടുക്കാൻ കഴിയുന്നത്. മുൻഗണനേതര വിഭാഗത്തിന് എന്ന് പറഞ്ഞാൽ APL എന്ന് പറയുന്ന ആ വിഭാഗത്തിന് അവർക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന 1/2 ലിറ്ററാണ്. അത് വർദ്ധിപ്പിച്ച് നൽകണമെന്ന ആവശ്യമാണ് മറ്റൊന്ന്. നിതിൻ അംബുജൻ നൽകും കൂടുതൽ വിവരങ്ങൾ. നിതിൻ അംബുജൻ, കേരളത്തിന്റെ ആവശ്യങ്ങൾ അതിന് കേന്ദ്രം വിലങ്ങുതടിയായി നിൽക്കുന്നത് എവിടെയൊക്കെയെന്ന് വ്യക്തമാക്കുകയല്ലേ ഭക്ഷ്യമന്ത്രി? സുജിയ, തീർച്ചയായും. കാരണം മണ്ണെണ്ണ വില വർധനയിൽ കേന്ദ്രത്തെയും അതോടൊപ്പം തന്നെ റേഷൻ വില വർധനയിലടക്കം കേന്ദ്രത്തെ പ്രതിഷേധം അറിയിക്കാനാണ് ഇന്നിപ്പോൾ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി കൂടിയായ GR അനിൽ ഇപ്പോൾ ഡൽഹിയിൽ എത്തിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് കൂടിക്കാഴ്ച. ഭക്ഷ്യമന്ത്രി ഉച്ചയ്ക്ക് 1:45 അതോടൊപ്പം തന്നെ പെട്രോളിയം മന്ത്രി 4 മണിക്കും കാണും. അതിനുശേഷം 6 മണിക്ക് ഇന്നത്തെ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ അദ്ദേഹം മാധ്യമങ്ങളോട് വിവരിക്കും. എന്തായാലും കേരളത്തിന് നൽകുന്ന അരി വിഹിതത്തിൽ കൂടുതൽ ജയ അരി നൽകാമെന്ന അഭ്യർത്ഥനയാണ് അദ്ദേഹം പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള സബ്സിഡിയിൽ മണ്ണെണ്ണ വിഹിതം 40 മുതൽ 60% വരെ കുറഞ്ഞുവെന്നും അത് വർദ്ധിപ്പിക്കണമെന്നും ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെടും. നിലവിലിപ്പോൾ മത്സ്യത്തൊഴിലാളി മേഖലയിൽ അടക്കം തന്നെ ഇതൊരു വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. രണ്ടും ന്യായമായ ആവശ്യമായതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഇതിന് അനുകൂലമായ ഒരു സമീപനം സ്വീകരിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷ. മത്സ്യത്തൊഴിലാളികൾ അല്ലെങ്കിൽ പട്ടിണിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകും. കേരളത്തിലുള്ള സബ്സിഡി മണ്ണെണ്ണ ഓരോ മാസവും കുറച്ചുകൊണ്ടുവരുന്ന സമീപനമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. വൈകാതെ തന്നെ ഇതിൽ ഇടപെട്ടുകൊണ്ട് വിഹിതം കൂട്ടണമെന്നൊരു ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഈ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കും. എന്തായാലും കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ അദ്ദേഹം വൈകിട്ട് 6 മണിക്ക് മാധ്യമങ്ങളോട് വിശദീകരിക്കും. സുജിയ. ശരി, നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അടുത്ത വാർത്തയിലേക്ക്. KSRTCയിൽ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധി. ശമ്പളം മുടങ്ങിയേക്കുമെന്നാണ് സൂചന. കഴിഞ്ഞ മാസം 10-ന് ശേഷമായിരുന്നു ശമ്പളം വിതരണം ചെയ്തത്. മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലെന്ന് വകുപ്പ് വ്യക്തമാക്കുന്നു. അതേസമയം ലേ ഓഫ് വേണ്ടിവരുമെന്ന ഗതാഗത മന്ത്രിയുടെ പ്രസ്താവന തള്ളി ഇടത് തൊഴിലാളി സംഘടന രംഗത്തെത്തി. ലേ ഓഫ് LDF സർക്കാരിന്റെ നയമല്ലെന്നും മുഖ്യമന്ത്രി തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും KSRTE ജനറൽ സെക്രട്ടറി S വിനോദ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഗതാഗത മന്ത്രിയുടെ പ്രതികരണം തെറ്റിദ്ധാരണ മൂലമാകാമെന്നും S വിനോദ് പറഞ്ഞു. അല്ല, അതൊരു തെറ്റിദ്ധാരണാജനകമാണ്. ലേ ഓഫ് എന്ന് പറയുന്നത് നടപ്പാകില്ല എന്ന് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ വലിയ ആശങ്കയൊന്നും ഇല്ല. ലേ ഓഫ് ഒന്നും അല്ല ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മറ്റൊരു പൊതുമേഖലയ്ക്കും നൽകാത്ത സംരക്ഷണമാണ് കേരളത്തിൽ KSRTCക്ക് നൽകുന്നത്. ഡീസലിൻ്റെ വില വർധനവും പോലും ജീവനക്കാരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു സമീപനമൊന്നും KSRTC എടുത്തിട്ടില്ല. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദ്, ഈ ഗതാഗത മന്ത്രിയുടെ പ്രസ്താവനയിൽ മുഴുവൻ തൊഴിലാളി സംഘടനകൾക്കും കടുത്ത എതിർപ്പാണ് ഉള്ളത്. ഈ പ്രതിസന്ധിയുടെ യഥാർത്ഥ കാരണം മന്ത്രി വിശദീകരിക്കുന്നത് പോലെയല്ല എന്നാണോ അവർ വ്യക്തമാക്കുന്നത്? ഷഫീദ്. ഉന്മേഷ, KSRTC കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്നുവെന്ന് കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി ആന്റണിരാജ് തന്നെ വ്യക്തമാക്കിയിരുന്നു. ഡിസംബർ മാസത്തെ അപേക്ഷിച്ച് 35 മുതൽ 40 കോടിയോളം രൂപയുടെ അധിക ചിലവ് KSRTCക്ക് ഉണ്ടാകും എന്നുള്ളത് നിലവിലുണ്ട് എന്നുള്ളതാണ് വകുപ്പിന്റെ വിലയിരുത്തൽ. കോർപ്പറേഷന്റെ വിലയിരുത്തൽ. ഇന്ധന വിലക്കയറ്റം അടക്കമുള്ള കാര്യങ്ങൾ KSRTCയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയായിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ലേ ഓഫ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാതെ നിവർത്തിയില്ല എന്നുള്ള കാര്യം ഇന്നലെ ഗതാഗത മന്ത്രി വ്യക്തമാക്കിയത്. ഗതാഗത മന്ത്രിയുടെ ഈ വാദത്തിൽ തള്ളിയാണ് ഇപ്പോൾ KSRTCയുടെ ഈ ഇടത് അനുകൂല വിഭാഗമായ KSRTE CIT വിഭാഗം
രംഗത്തെത്തിയിരിക്കുന്നത്. അവർ പറയുന്നത് മുഖ്യമന്ത്രി മുൻപ് തന്നെ പറഞ്ഞതാണ് ലേ ഓഫ് നടപ്പാക്കുകയില്ല എന്നുള്ളത്. അക്കാര്യത്തിൽ ചില ഉത്കണ്ഠകൾ ജീവനക്കാർക്കുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ വേണ്ട. മുഖ്യമന്ത്രി ലേ ഓഫ് നടപ്പാക്കില്ല എന്ന് പറഞ്ഞതിനാൽ തന്നെ അതിന് സാധ്യതയില്ല എന്നുള്ള കാര്യവും CPI വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേസമയം തന്നെ നിലവിൽ ഇപ്പോൾ KSRTCയിൽ ശമ്പള വിതരണം അല്ലെങ്കിൽ ശമ്പളം മുടങ്ങിയേക്കും എന്നുള്ള സൂചനകളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ശമ്പളം കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത്. കഴിഞ്ഞ മാസവും 10-ാം തീയതിക്ക് ശേഷമാണ് KSRTCയിൽ ശമ്പള വിതരണം നടത്തിയതെങ്കിൽ ഇന്ന് അതിലും വൈകി, ഈ മാസം അതിലും വൈകും എന്നുള്ള സൂചനകൾ ഇന്ന് പുറത്തു വരുന്നുണ്ട്. ഉന്മേഷ്. ഓക്കെ, ഷഫീദ് റൌത്തറാണ് വിവരങ്ങൾ നൽകിയത്. KSRTCയിൽ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് എത്തുകയാണ് കാര്യങ്ങൾ. കണ്ണൂരിലേക്ക് പോകുന്നു. പാർട്ടി കോൺഗ്രസ് വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നതിന്റെ തത്സമയ സംപ്രേഷണം. The CPIM's former state secretaries, comrades C.H. Ganaran, E.K. Nayanar and Chadiyan Govindan also hailed from Kannur. It needs mention here that Parappuram in Kannur district was the venue of the meeting held in 1939 December, which resulted in the formation of the Communist Party in Kerala. The comrades who participated in the meeting were activists of the freedom movement and were then functioning within the Congress as leaders of the Congress Socialist Party. The conference elected Comrade P. Krishna Pillai as the first secretary of the Kerala State Committee. Krishna Pillai is a legendary figure, and the name Comrade in Malayalam Saghav is associated with his name. 2 years prior to this, in 1937, the first cell of the Communist Party in Kerala was formed with the participation of S.V. Ghate. The Communists have been in the forefront of anti-imperialist, anti-feudal struggles and have been the leading lights in the agitations of the working class for a decent livelihood and civil rights. In the 1940s, party comrades led heroic struggles against the oppressive feudal relations and rag rending. The abject misery of the peasants was sought to be alleviated by organizing them and giving them courage to question the feudal order and be part of agitations to overthrow the same to realize a better tomorrow. The Communist Party in Kannur has its origins in the various peasants and workers' struggles that emerged as part of India's fight for freedom. As part of the anti-war movement, which formed an essential part of the anti-colonial struggle, the party organized workers and peasants as well the general public in the wake of famine and price rise. Morada, Mattanur, Talasheri and Kuthuvaramba were the four centers in which the struggle took place. It was during this struggle that 2 of our comrades were martyred in police firing in Talasheri. On 15th September 1940, Abu, a school teacher, and Chatukutti, a BD worker, were martyred. They are the first communist martyrs in Kerala. The struggle in Kayyur was dealt with by the British regime through brutal oppression, and 4 young comrades, Madathilappu, Kunyambu Nayar, Chirigandan and Abu Bakar, were hanged. Their memory still inspires our comrades who are participating in the struggles for a just and equitable social order. The party had to take up several struggles to ensure that the people had food to eat, as the effects of war-induced famine continued and was
മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വാഗത പ്രസംഗം നടത്തുകയാണ്. CPIM പാർട്ടി കോൺഗ്രസ് വേദിയിൽ അല്പസമയത്തിനകം ഉദ്ഘാടന പ്രസംഗം നടക്കും. സീതാറാം യെച്ചൂരി പാർട്ടി കോൺഗ്രസ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. അതിലേക്ക് മടങ്ങിയെത്താം. മറ്റൊരു വാർത്തയിലേക്ക്. നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസ് നേരിട്ട് ഹാജരാകണമെന്ന് വിചാരണ കോടതിയുടെ ഉത്തരവ്. തുടരന്വേഷണ അപേക്ഷ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയെന്ന പരാതിയിലാണ് നടപടി. തുടരന്വേഷണം രഹസ്യമായിരിക്കണമെന്നുള്ള കോടതി നിർദ്ദേശം ഉണ്ടായിരുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സുപ്രധാനമായ തീരുമാനമാണ് ഇന്നിപ്പോൾ വിചാരണ കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. അതായത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസ്, ഡിവൈഎസ്പി കൂടിയായ ബൈജു പൗലോസ് നേരിട്ട് കോടതിയിൽ ഹാജരാകണമെന്നുള്ളതാണ് വിചാരണ കോടതിയുടെ ഉത്തരവ്. ഈ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട അപേക്ഷ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകി എന്നുള്ള പരാതിയിലാണ് നിലവിലിപ്പോൾ നടപടിയുള്ളത്. ഈ തുടരന്വേഷണം രഹസ്യമായി നടത്തണം എന്നുള്ളതായിരുന്നു കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നത്. 12-ാം തീയതി ഹാജരാകാനാണ് ബൈജു പൗലോസിനോട് കോടതി പറഞ്ഞിട്ടുള്ളത്. ഈ കേസിലെ രേഖകൾ ചോർന്നതിൽ കോടതി ജീവനക്കാരെ ചോദ്യം ചെയ്യണമെന്ന അപേക്ഷ ദൃശ്യമാധ്യമങ്ങൾക്കടക്കം ചോർന്നു കിട്ടി എന്നുള്ളതാണ് ആരോപണം. ഇതിന്മേലാണ് വിശദീകരണം തേടാനായി ഇദ്ദേഹത്തെ നേരിട്ട് വിളിച്ചു വരുത്തുന്നത്. എന്തായാലും തുടരന്വേഷണം സംബന്ധിച്ച പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ പ്രതിഭാഗമാണ് കോടതി മുമ്പാകെ, വിചാരണ കോടതി മുമ്പാകെ ചൂണ്ടിക്കാട്ടിയത്. ശ്രീകാന്ത്, അതായത് ബൈജു പൗലോസ് എന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ തുടരന്വേഷണം രഹസ്യമായി നടത്തുക എന്നുള്ളതിനപ്പുറം അതിലൊരു അമിത താല്പര്യം എടുത്തു എന്ന രീതിയിലേക്കുള്ള ഒരു വിശദീകരണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി കോടതിയുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ടാകുമോ? സ്വാഭാവികമായും പ്രതിഭാഗമാണ് അക്കാര്യം ചൂണ്ടിക്കാണിക്കേണ്ടത്. സുജയ, പ്രതിഭാഗം അക്കാര്യം വിശദമായി തന്നെ കോടതി മുമ്പാകെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടരന്വേഷണം എന്ന പേരിൽ മാധ്യമങ്ങൾക്ക് വിവരം ചോർത്തി നൽകുന്നു എന്നുള്ള ആക്ഷേപം നേരത്തെ തന്നെ പ്രതിഭാഗം ഉന്നയിച്ചതാണ്. അതിന്മേൽ ചില മാധ്യമങ്ങൾക്കെതിരെ നടപടിയും നടക്കുന്നുണ്ട്. ആ നടപടിക്കിടയിലാണ് നിലവിലിപ്പോൾ ഈ പുതിയ സംഭവം കൂടി ഉണ്ടായി വന്നത്. സംസ്ഥാനത്തെ മലയാളത്തിലെ പ്രധാനപ്പെട്ട ചില ചാനലുകൾക്കെതിരെയും നിയമ നടപടി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അത് പരിഗണിക്കവെയാണ് ഈ പുതിയ വിഷയം കൂടി കോടതിയുടെ മുന്നിലേക്ക് എത്തിയത്. അത് കോടതി മുഖവിലക്കെടുക്കുകയും അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരിട്ട് ഹാജരാകാൻ പറയുകയും ചെയ്തു. ഈ കോടതിയിൽ നൽകിയ അപേക്ഷയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഒപ്പടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെയുണ്ട്. അതാണ് മാധ്യമങ്ങൾക്ക് കിട്ടിയത് എന്നുള്ള കാര്യം കോടതി വിലയിരുത്തി. അതിന്റെ ഗൗരവം കോടതി കാര്യമായി തന്നെ പരിഗണനയ്ക്കെടുത്തു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതേ തുടർന്നാണ് ഇത് ഹാജരാകാൻ പറഞ്ഞിട്ടുള്ളതും 12-ാം തീയതി ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയത്. ഓക്കെ, വ്യക്തമാണ്. ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. CPIM 23-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനത്തിന് കണ്ണൂരിൽ തുടക്കമായിരിക്കുകയാണ്. അതിന്റെ കാഴ്ചകളിലേക്ക്, വാർത്തകളിലേക്കൊക്കെ പോവുകയായിരുന്നു ബ്രേക്കിംഗ് അവേഴ്സ്. ഇപ്പോൾ കിട്ടിയ മറ്റൊരു വാർത്തയിലേക്ക് കൂടി നമുക്ക് പോകാം. CPIM പാർട്ടി കോൺഗ്രസ് വേദിയിൽ പ്രതിനിധി സമ്മേളനത്തിൽ അല്പസമയത്തിനകം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സംസാരിക്കും. തത്സമയ വിവരങ്ങളിലേക്ക്. തനേഷ് തമ്പി വിശദാംശങ്ങളുമായി ഇപ്പോൾ പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്ന് ചേരുന്നു. തനേഷ്, മുഖ്യമന്ത്രി അവിടെ ഇപ്പോൾ സ്വാഗത പ്രസംഗം നടത്തുകയാണ്. ഉദ്ഘാടന പ്രസംഗം അല്പസമയത്തിനകം ആരംഭിക്കും. ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പാർട്ടി കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യും. എന്തൊക്കെയാണ് വിവരങ്ങൾ തനേഷ്? ഉന്മേഷ്, കൃത്യം 10 മണിക്കാണ് പതാക ഉയർത്തിയതോടുകൂടി സമ്മേളനത്തിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. മുതിർന്ന PB അംഗവും പ്രതിനിധികളുടെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയുമായ S. രാമചന്ദ്രൻ പിള്ളയാണ് പതാക ഉയർത്തിയത്. അതിനുശേഷം രക്തസാക്ഷി മണ്ഡപത്തിലെ പുഷ്പാർച്ചന, പിന്നീട് നേതാക്കൾ വേദിക്കകത്തേക്ക് കടന്നു. അതിനുശേഷമാണ് ആദ്യം അനുശോചന പ്രമേയമായിരുന്നു. മുൻ ത്രിപുര മുഖ്യമന്ത്രിയായ മണിക് സർക്കാരായിരുന്നു അനുശോചന പ്രമേയം അവതരിപ്പിച്ചത്. അതിനുശേഷം ഇപ്പോൾ മുഖ്യമന്ത്രി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തെക്കുറിച്ചാണ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എങ്ങനെയാണ് കേരളത്തിൽ ശക്തി പ്രാപിച്ചത് എന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു വിശദീകരണമാണ് ഇംഗ്ലീഷിൽ നടത്തുന്ന അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലുള്ളത്. ഏതായാലും ആ പ്രസംഗത്തിന് ശേഷമായിരിക്കും ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഈ തന്റെ ഉദ്ഘാടന പ്രസംഗം നടത്തുക. CPIM-നെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് BJPക്ക് ബദലായി ഉയർന്നു വരുന്ന രാഷ്ട്രീയ സഖ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് CPIM-ന്റെ 23-ാം പാർട്ടി കോൺഗ്രസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് നിലപാടാണ് CPIM എടുക്കുക എന്നുള്ളത് ഏറെ നിർണായകമാണ്. അടുത്ത 3 ദിവസങ്ങളിൽ ഇന്ന് നടത്തുന്ന സീതാറാം യെച്ചൂരി അവതരിപ്പിക്കുന്ന കരട് രാഷ്ട്രീയ പ്രമേയത്തിന്മേലും സംഘടനാ റിപ്പോർട്ടിന്മേലുമുള്ള ചർച്ച നടക്കും. അതിനുശേഷമായിരിക്കും പുതിയ പോളിറ്റ് ബ്യൂറോയെയും കേന്ദ്ര കമ്മിറ്റിയെയും ഒക്കെ തെരഞ്ഞെടുക്കുക. ഏതായാലും ഈ ഘട്ടത്തിൽ അതിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂരിൽ EK-9R അക്കാദമിയിൽ പ്രത്യേകം സജ്ജീകരിച്ച കുറ്റൻ പന്തലിലാണ് ഈ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ
കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തെക്കുറിച്ചും ഇടതുപക്ഷം എങ്ങനെ ഇവിടെ വേരോടി എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വിശദീകരണം മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ഡെലിഗേറ്റുകൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലീഷിലാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം. ഏതാണ്ട് 900ഓളം പേരാണ് പ്രതിനിധികളായി ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. 24 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഒരു പരിച്ഛേദം എന്ന് തന്നെ പറയാം. ഈ പാർട്ടി കോൺഗ്രസ് വേദിക്കകത്ത് എല്ലാ സംസ്ഥാനങ്ങളുടെയും പ്രാതിനിധ്യം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കേരളത്തിന്റെ സവിശേഷ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചും ഒപ്പം കേരളത്തിലെ സർക്കാരുകൾ നടപ്പിലാക്കിയിട്ടുള്ള ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെയാണ് ഇപ്പോൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, തനേഷ് തമ്പിയാണ് പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. തനേഷ് തുടരുക. ബൽറാം നെടുങ്ങാടി കൂടി ചേരുന്നുണ്ട്. ബൽറാം, അല്പസമയത്തിനകം ഉദ്ഘാടന പ്രസംഗം നടക്കും. ശ്രദ്ധേയമായ കാര്യം ഈ BJPക്കെതിരായ ദേശീയ ബദൽ കെട്ടിപ്പടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. എന്തൊക്കെ വിഷയങ്ങളിൽ ഊന്നിയായിരിക്കും ഈ ജനറൽ സെക്രട്ടറിയുടെ ഉദ്ഘാടന പ്രസംഗം? ബൽറാം. ഉന്മേഷ് സുജയ, ഈ പാർട്ടി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാകുന്നത് 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പായി ചേരുന്ന അവസാന പാർട്ടി കോൺഗ്രസ് ആണ്. പാർട്ടി ഈ തിരഞ്ഞെടുപ്പിൽ എന്ത് നയം സ്വീകരിക്കണം എന്നത് സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കേണ്ടത് ഈ പാർട്ടി കോൺഗ്രസിൽ തന്നെയാണ്. സഖ്യങ്ങളുടെ സ്വഭാവം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ കൃത്യമായ തീരുമാനം CPIM-ന് ഈ പാർട്ടി കോൺഗ്രസിൽ തന്നെ എടുക്കേണ്ടതുണ്ട്. എന്തായാലും BJP ആണ് മുഖ്യ ശത്രു എന്ന നയം പാർട്ടി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് ലക്ഷ്യം വെച്ചുള്ള ഒരു നയരൂപീകരണമായിരിക്കും പാർട്ടി കോൺഗ്രസിൽ ഉണ്ടാകുക എന്ന് വ്യക്തമാണ്. അതേസമയം കോൺഗ്രസിനെ ഈ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു സഖ്യത്തെ നയിക്കാൻ പ്രാപ്തിയില്ല എന്ന തരത്തിലുള്ള ചർച്ചകളാണ് ഉയർന്നു വന്നത്. പ്രത്യേകിച്ചും ഈ ചർച്ചകൾക്ക് ശേഷം നടന്ന തിരഞ്ഞെടുപ്പുകളുടെ ഫലങ്ങൾ കൂടി ഇതിന് സമാനമായ തരത്തിലുള്ള ഒരു പ്രതിഫലനമാണ് നൽകിയത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടായിരിക്കും ചർച്ചകൾ നടക്കുക എന്ന് തന്നെ വ്യക്തമാണ്. വലിയൊരു വിഭാഗം തന്നെ കോൺഗ്രസിന് ഇത്തരത്തിൽ ഒരു പ്രതിപക്ഷ സഖ്യത്തെ നയിക്കാനുള്ള ശേഷിയില്ല എന്ന് കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഉന്നയിച്ചിരുന്നു. കേരള ഘടകം ഉൾപ്പെടെ ഈ ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരുന്നത്. സമാനമായി അതിനെ ശരിവെക്കുന്ന തരത്തിലുള്ള നടപടികൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുകയാണ്. അതിനുശേഷമുണ്ടായ കോൺഗ്രസിലുള്ള പാർട്ടി പ്രശ്നങ്ങൾ ഉൾപ്പെടെ നേതാക്കൾ ഈ ഒരു ഘട്ടത്തിൽ ഉയർത്തിക്കാണിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഈ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ ഉൾപ്പെടുന്നതുമാണ്. എന്തായാലും അതോടൊപ്പം തന്നെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സംഘടനാ തലത്തിൽ ശക്തിപ്പെടുത്തുക, അതിന് ആവശ്യമായ തിരുത്തൽ നടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കുക എന്നത് തന്നെയാണ് പാർട്ടി കോൺഗ്രസിന്റെ ലക്ഷ്യം വെക്കുന്നത്. അതിൽ പ്രായപരിധി സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ഈ പാർട്ടി കോൺഗ്രസ് മുതൽ നടപ്പാക്കുകയാണ്. ഇതോടൊപ്പം തന്നെ മറ്റ് പാർട്ടിയെ നവീകരിക്കുന്നതിനും കൂടുതൽ യുവത്വം കൈവരിക്കുന്നതിനും ആവശ്യമായി യുവാക്കളെ നേതൃനിരയിലേക്ക് കൊണ്ടുവരിക, സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നേതൃതലത്തിൽ നൽകുക, ഈ രണ്ട് കാര്യങ്ങളിലും തീരുമാനങ്ങൾ ഈ പാർട്ടി കോൺഗ്രസിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതെല്ലാം കണക്കാക്കിയുള്ള ഒരു നയരൂപീകരണം തന്നെയായിരിക്കും ഈ പാർട്ടി കോൺഗ്രസിൽ നടക്കുന്ന ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞു വരിക. അത്തരത്തിലുള്ള ചർച്ചകൾ തന്നെയാണ് ഈ പാർട്ടി കോൺഗ്രസിലൂടെ ലക്ഷ്യം വെക്കുന്നതും. എന്തായാലും ഇന്ന് ഈ ഉദ്ഘാടന സെഷൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഈ പാർട്ടിയുടെ കരട് രാഷ്ട്രീയ പ്രമേയം, കേന്ദ്ര കമ്മിറ്റി തയ്യാറാക്കിയ കരട് രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിക്കുക. അതിനുശേഷമായിരിക്കും ഈ പ്രമേയത്തിൽ പ്രതിനിധി തലത്തിലുള്ള ചർച്ചകൾ മുന്നോട്ട് പോവുക. വിശാലമായ ചർച്ചകൾ തന്നെ ഈ വിഷയത്തിൽ നടക്കും. ഈ പാർട്ടിയുടെ നയരൂപീകരണം സംബന്ധിച്ചുള്ള സുപ്രധാന തീരുമാനം എടുക്കുന്നത് ഈ കരട് രാഷ്ട്രീയ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കോൺഗ്രസ് ബന്ധം എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ കോൺഗ്രസുമായി സഹകരണം വേണോ, അല്ലെങ്കിൽ BJPയെ ചെറുക്കാൻ പ്രാദേശിക പാർട്ടികളുടെ ഒരു മുന്നണി യാണോ കൂടുതൽ ഗുണപ്രദമാകുക, അങ്ങനെയെങ്കിൽ അതിൽ ഇടത് പാർട്ടികളും പ്രത്യേകിച്ച് CPIM-ഉം വഹിക്കേണ്ട പങ്ക് എന്താണ് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് ഈ ചർച്ചകളിലായിരിക്കും വ്യക്തത ഉണ്ടാവുക. ഇതെല്ലാം ഉൾപ്പെടുന്നത് തന്നെയാണ് ഈ പാർട്ടി കേന്ദ്ര കമ്മിറ്റി തയ്യാറാക്കിയിരിക്കുന്ന കരട് രാഷ്ട്രീയ പ്രമേയം എന്നുള്ളത്. എന്തായാലും വൈകിട്ട് 4 മണിയോടെയായിരിക്കും പ്രതിനിധികളുടെ ചർച്ചകൾ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ ആരംഭിക്കുക. അല്പസമയത്തിനകം തന്നെ ഈ ഉദ്ഘാടന സെഷനിൽ സ്വാഗത പ്രസംഗം ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടരുകയാണ്. അദ്ദേഹം ഇത് പൂർത്തിയാക്കിയിരിക്കുന്നു സ്വാഗത പ്രസംഗം. എന്തായാലും മണിക് സർക്കാരിന്റെ, ത്രിപുര മുൻ മുഖ്യമന്ത്രിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ മണിക് സർക്കാരിന്റെ അധ്യക്ഷതയിലുള്ള ഒരു പ്രൊസീഡിയമാണ് ഈ നടപടികൾ നിയന്ത്രിക്കുന്നത്. അടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ്. എന്തായാലും സീതാറാം യെച്ചൂരി ഉദ്ഘാടന പ്രസംഗത്തിനായി സീതാറാം യെച്ചൂരി എത്തുകയാണ്. അദ്ദേഹത്തെ മണിക് സർക്കാർ ഇപ്പോൾ ഉദ്ഘാടന പ്രസംഗത്തിന് വേണ്ടി ക്ഷണിച്ചിരിക്കുകയാണ്. നിമിഷങ്ങൾക്കകം തന്നെ സീതാറാം യെച്ചൂരി സംസാരിക്കും ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ.
CPIM പാർട്ടി കോൺഗ്രസിന്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സംസാരിക്കുന്നു. തത്സമയം അതിലേക്ക്. General Convener of the Reception Committee, Comrade Kodir Balakrishnan, Comrade D. Raja, General Secretary of the CPI, all the members of the Politburo here on the dais, members of the Sun Committee, guests, delegates and observers to the 23rd Party Congress. My dear comrades and friends, it gives me a great pleasure to thank you all for accepting our invitation. I am joining this inaugural session of this 23rd Congress of the Communist Party of India Marxist. We are gratified at the presence of eminent public figures, distinguished veteran leaders of the communist movement and leaders of various contingents of the people's struggles. I wish to thank Comrade D. Raja for his physical presence here to greet our Congress. Comrades Devvrata Bishwas, General Secretary, All India Forward Bloc, Comrade Manoj Bhattacharya, General Secretary, Revolutionary Socialist Party, Comrade Dipankar Bhattacharya, General Secretary of the CPIML Liberation, for some compelling reasons have not been able to physically participate. They have, however, sent their greetings and fraternal messages to the Party Congress, which are being circulated and they will be read out in the inaugural session. In the present context, the working together of the left parties to strengthen left unity is of vital importance to meet the current challenges being faced by our working people, by the secular democratic Republic of India and the constitutional order. The greetings of the left parties reflect the mutual desire to resolve and strengthen the left unity, which is vital for our country today. Comrades and friends, we are meeting at this region of Kannur, which has historically been a crucible for civilizational churning and the confluence of many cultures. This is also the birthplace of the communist movement in Kerala and one of the outposts of the communist movement in India. Religiously oriented people usually go on Tirth Yatras to visit various shrines to get blessings. A communist or a revolutionary goes on a Tirth Yatra to the places which have been the ground, the earth on which the revolutionary movement advanced, and to pay homage like we are here in Kannur, because no Tirth Yatra for a revolutionary would be complete without visiting Kannur, paying homage to the Kayyur martyrs, paying homage to the Karivellur martyrs, and draw inspiration from the strength of the revolutionary movement and traditions here. Pinarayi, from whose name our Chief Minister, our Politburo member, our leader draws his name, village, hosted the first Communist Party conference in Kerala. The legends of the communist movement, Comrade P. Krishnapilla, Comrade A.M.S. Nambudripad, Comrade A.K. Gopalan, and many others were delegates to this conference. With Comrade P. Krishnapilla as the secretary, the Communist Party started functioning initially from a place called Chirkul in Kannur, braving intense repression, often having to work from underground, particularly when the party was banned. These dedicated comrades carried forward the revolutionary struggles, laying the foundation for the communist movement in Kerala and for the communist movement, in that sense, contributing to the communist movement in India. The anticipatory vision of the communists, their dedicated struggles, earned the confidence to make the Kerala communist movement a formidable outpost for the Indian revolutionary movement. The organizing committee for this Congress has compiled this rich history, revolutionary history of Kannur, in a small booklet called Kannur, the Red Land. That is being circulated to all of you, and I only appeal to all of you to just read it so that
we can draw the necessary inspiration for galvanizing the party in today's conditions. And in the challenges that we face in today's conditions, it's most appropriate that this 23rd Party Congress is being held here in Kannur, and we are determined to draw the inspiration from this land in order to strengthen the Communist Party and the Communist movement in the country, which is of vital importance. Dear comrades and friends, for more than 4 years since the last Party Congress, or during these 4 years, it was exactly in April 2018 that we last met. For more than 2 of these 4 years, the world has been plagued, including India, by the COVID pandemic. This has wreaked havoc, disrupting the lives of millions of people. Even before this pandemic struck, the global economy as well as the Indian economy was actually on a very severe downslide, moving towards an economic recession. The pandemic worsened this situation, and during the pandemic, the economic recession that set in was marked by the lust of capitalism for profit maximization, and it completely exposed the gross inadequacy of capitalism as a system in meeting the requirements of the people, particularly in providing universal health care. In contrast, we saw the experience of the socialist countries, how they dealt with the COVID pandemic and re-energized their economies to bounce back onto a growth path. This contrast between capitalism and socialism as systems has once again established the superiority of socialism. And the conditions in India at the same time have also demonstrated that where a government led by the CPIM and LDF government in Kerala, the manner in which it had handled the pandemic had earned both domestic and international acclaim as the Kerala model, and where you have parties dedicated to the cause of the people or people-centric, then the handling of the pandemic was seen with a marked difference from what the capitalist countries did. This pincer attack of COVID and the economic recession has led to alarming levels of growth in hunger, poverty, educational deprivation, intensified exploitation of the working people, along with growing unemployment. But at the same time, given the very logic and character of neoliberalism, you find the profits of the world's millionaires rising during the course of the pandemic, that in the year 2020 alone, the total wealth of the world billionaires grew by $10.2 trillion, while the people were suffering from the various issues that I pointed out. And in India, the top 10 people, 10 individuals, during the course of the pandemic, have grown their wealth to hold 57% of our country's wealth, as opposed to the share of the bottom 50% of our people, who actually have a share of only 13% of the wealth. This is predatory capitalism at its worst that we are seeing. Now, in this quest to control the government so that these predatory policies can be followed, the market political rightward shift is taking place in every country. This rightward shift in politics is to ensure governments that will promote neoliberal policies and at the same time disrupt the growing unity of the working people in struggles against this double whammy attack of the pandemic and the economic recession. And this disruption, the political right seeks through appealing to emotional passions, fostering divisive appeals, promoting racism, xenophobia, religious sectarianism, fundamentalism, parochialism, and in the Indian context, communalism. This rightward shift is to sustain this neoliberal order, at the same time to ensure that the unity of the working people in struggles does not reach levels where it can threaten the rule of capital itself. And that has to be prevented. This political rightward shift is the answer of the ruling classes. But this is being resisted. You have countervailing forces
that have actually resisted and advanced. And the most classic case, inspiring case, is that in Latin America, where you have, in many countries, the left democratic and progressive forces, a combination of them, electorally defeating the political right and forming the governments there. As a digression from the written text, I can mention Chile. 50 years ago, when my generation was growing up, was the centerpiece of the launching of neoliberalism with the ouster of the Allende government and the Pinochet dictatorship that had come in by US imperialism. Now in that Chile, 50 years later, you have a democratically elected, left-oriented government with 3 members of the Communist Party of Chile holding very, very important positions. Yes, where people have united and fought, this can be resisted, and that has been demonstrated through the Latin American experience, and also in some parts of the Europe, where in your Scandinavian countries, they have defeated the political right. But in this process, the quest for global hegemony by US imperialism continues to aggravate. In the post-COVID situation, this quest for global hegemony is sought to be directed to ensure that no country or no force can actually challenge US imperialism. And in that, the main target of US imperialism today is China. The global rise of the socialist China has actually posed this threat whereby US imperialism has shifted gear from this earlier strategy of containment of China to what it today pursuing, the isolation of China. And in the process of isolation of China, it's mobilizing all its allies, all its Western allies. And in this process, it is creating conditions in the world which will have serious ramifications for the social contradictions that exist in the world today at the international level. Now, when this has been going on, came the Ukraine war. Today is the 42nd day of this war in Ukraine. We have said the war must immediately stop. There must be a ceasefire, and through negotiation that must be done. But we must realize that this is a war actually between Russia and US and NATO. And Ukraine is the theater where this war is being waged. And this has been caused by the relentless expansion of NATO, which should not have existed after the Soviet Union's disintegration. Expansion of NATO to Russia's borders, where they have 175,000 combat troops stationed on Russia's borders. All Eastern European countries have become NATO members except Ukraine and Georgia. This effort to make Ukraine a member of the NATO and pose the threat is the provocation for this war. And whatever this provocation, but the war must end. This must be ensured that there is no eastward expansion of NATO any longer, and this must be ensured. But at the current moment, the war continues to rage on. But the actual culprit behind this is the quest for global hegemony by US imperialism, which is the reason for NATO's expansion. Now, in this context, while this war has set in, many more developments that will have international ramifications, along with the US imperialism's thrust for strengthening its hegemony. In this context, the role of India has come into focus, with India consistently abstaining on all anti-Russia resolutions in the United Nations. During the last 7 years, particularly, there's been a trend happening earlier, but during these last 7 years, under this BJP rule, India was taken to a position where its status as a subordinate junior ally of US imperialism was cemented. We've joined imperialist alliances, imperialist military arrangements, and with lots of treaties, India became a junior partner of US imperialism. But with the war in Ukraine, the futility of taking up this sort of a direction in India's foreign policy of becoming an appendage to US
imperialism, that futility has been thoroughly exposed. It is clear from these developments that India has to pursue an independent foreign policy, maintaining the supremacy of its own national interests first, and not becoming an appendage to any imperialist bloc. And therefore, the time has come for this Modi government to reconsider withdrawing from the Quad, which is a military alliance with USA, Australia and Japan, and with military exercises being conducted. India should start distancing itself from the Quad and should actually think in terms of exiting the Quad, because in these conditions of today, after the Ukraine war, in these new conditions, this entire futility of this approach has been proven. While these developments are going on in the international sphere, dear comrades and friends, these 4 years, particularly since the return of the BJP to form the government in 2019, India has been subjected to the aggressive pursuit of the Hindutva agenda of the fascistic RSS. The BJP government is adopted a multi-pronged attack in pursuit of this agenda, and the aggressive neoliberal reforms that it is pursuing, which is strengthening the communal corporate nexus that we spoke of in our 22nd Party Congress, which is brazenly promoting crony capitalism with the wholesale loot of our national assets, is legalizing political corruption and simultaneously imposing a full-fledged authoritarianism and authoritarian state apparatus with the complete attack on the democratic rights and civil liberties of individuals that are guaranteed by the Constitution. What we therefore see is the undermining of the Indian Constitution and change the character of the Indian Republic. All the four fundamental pillars, foundational pillars of the Indian Constitution, that is secular democracy, federalism, social justice and economic sovereignty. Every single of these fundamental pillars is under assault today. The implementation of the fascistic RSS agenda of their Hindutva Rashtra requires a unitary state structure, which is completely contradictory to the federal state structure that is given in our Indian Constitution. So, to achieve this objective, they are simultaneously undermining, that is the government, BJP government, undermining the independence and authority of every single institution created by the Indian Constitution. Beginning from the Parliament itself, laws are made without any discussion whatsoever. The judiciary, the election commission, the CBI, the ED, every one of these independent institutions, their independence is being compromised, and there is a determined attempt also in this process to aggressively carry forward this agenda while not paying any concern whatsoever to the problems that people are facing. There is no question of any relief to all the mishandling of the COVID pandemic by this central government. We have seen the manner in which corpses have floated on rivers like the Ganga, but the concern for people's livelihood, their growing unemployment, their hunger, their poverty, none of that has any priority with this government. On the contrary, today I think is the 14th time that the price of petrol has been hiked, petrol and diesel. You have this constant daily rises in the prices leading to a galloping inflation, which is compounding the miseries of the people. But at the same time, when they are ruining the lives of the majority of our people, pursuing this direction of undermining our constitution and its independent institutions, it has succeeded, which we must recognize, in creating an overarching Hindutva identity in our country.
which is their mainstay, that is the sharpening of communal polarization through the spread of hatred and violence, polarizing the Indian society. This sharpening of communal polarization is the main stay for their political and electoral mobilization. That reality we must recognize. So therefore, under these circumstances, it is essential that the BJP has to be isolated and defeated in order to strengthen the people's struggles for a better life, to safeguard the secular democratic character of the Indian Republic and the Indian Constitution. Isolating the BJP cannot be achieved only electorally, but it will have to be undertaken by conducting sustained efforts in the political, ideological and cultural social spheres. This 23rd Party Congress will discuss the concrete steps that need to be undertaken to strengthen the struggle against this Hindutva agenda. The foremost task before us in this Congress, therefore, is to focus on substantially increasing the independent strength of the CPIM and its political intervention capacities. On this basis, to strengthen the unity of the left forces, sharpening class and mass struggles. And on that basis of these struggles, to forge the unity of left and democratic forces on the basis of an alternative program, which will be the alternative to the ruling bourgeois landlord classes. And in order to defeat the BJP, to forge the broadest possible front of all secular forces against Hindutva communalism. These four measures are the direction in which we'll concretize in this Congress deliberations, how we'll proceed on this basis. And therefore the CPIM appeals to all left secular democratic forces to come together in order to isolate and defeat the BJP. All political parties that proclaim secularism must rise to the occasion to discharge this patriotic duty. The Congress Party, along with some other regional parties, must set their houses in order and decide where they stand to safeguard the secular democratic character of the Indian Republic. Prevarications, compromising attitudes towards communalism can only lead, as experience has shown, to an exodus from such parties towards the communal forces. Hindutva communalism can only be combated by championing uncompromising secularism. And that is a point that must be underlined in today's context to strengthen the struggle to meet the challenges that we face. Comrades, we are meeting in Kerala today, where the CPIM-led LDF government have shown the way to uncompromisingly uphold secularism, respecting equality, irrespective of caste, creed or gender, while at the same time seeking to implement pro-people policies as the alternative to the neoliberal agenda. The results are there for all to see, with the world today acclaiming Kerala's high-ranking human development indices. And this achievement has been on the basis of these principles of upholding secularism, respecting equality, and with a pro-people policy alternative. The CPIM shall resolve to strengthen the efforts for building a strong Communist Party, stronger left unity, and forging of a left democratic front. We seek the cooperation of the Indian people and appeal to all Indian patriots to jointly resolve to safeguard our constitutional republic, strengthen the struggles for an alternative pro-people policies, and by forging the broadest front of secular forces against Hindutva communalism. Comrades and friends, we are meeting on a day 32 years ago. We lost one of our veteran communists, one of our Navaratnas, Comrade B.T. Randive. On this day, 32 years ago, we recollect his memory, his contributions to the revolutionary cause, and the inspiration continues to remain in order to advance.
Along with all the martyrs that we have remembered today, all the martyrs of the past that Comrade Reception Committee Chairman Pinarayi Vijayan's speech referred to, and along with all those who have sacrificed to create a better India, we are determined as the CPIM to carry forward this struggle. Finally, comrades, we are very happy and we salute, in fact, around 37 fraternal parties internationally so far who've sent their messages, fraternal messages of solidarity to us. We consider this as very important in today's conjuncture because, as all the developments have shown, there is no answer to the people's problems, to the economic crisis, or to effort to create a better world under capitalism, particularly under capitalism with a neoliberal trajectory. The only alternative is socialism, and we are committed that that political alternative of socialism has to be strengthened, and we assure all these parties who have sent us their fraternal greetings that we send back our fraternal solidarity to all of you to strengthen the political alternative in your countries while we shall strive to strengthen it in our country, because the future, the only future that human civilization can ever have is that of socialism, and we shall march towards that socialism, strengthening ourselves. So that is the message we want to convey to these parties, and I thank you all for coming and joining us in this inaugural session. My red salutes to all of you. CPIM-ന്റെ 23ാമത് പാർട്ടി കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. മനുഷ്യകുലത്തിന്റെ വരാനിരിക്കുന്ന ഭാവിയിൽ സോഷ്യലിസം മാത്രമാണ് പ്രതീക്ഷ നൽകുന്ന ഏക കാര്യം എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിച്ചിരിക്കുന്നത്. കണ്ണൂരിൽ CPIM-ന്റെ പാർട്ടി കോൺഗ്രസിന് ഔദ്യോഗിക തുടക്കമായിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.